അവസാനമായി ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ലോകമാകമാനമുള്ള പ്രതിസന്ധിയുടെ നിഴലുകളിൽ നിന്ന് പരിഹാരത്തിന്റെ പറുദീസയിലേക്ക് വരാൻ, നമ്മുടെ കൈപിടിച്ച് മോചനത്തിലേക്ക് കൊണ്ടുപോകാൻ, എനിക്കും നിങ്ങൾക്കും രക്ഷയുടെ കവചങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ വഴി എന്താണ് പെങ്ങളെ? എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, വേ ടു സാൽവേഷൻ, മോചനത്തിന്റെ വഴി ഏതാണ്? രക്ഷയുടെ വഴി ഏതാണ്? വേറെ ഒന്നും വേണ്ട മോളെ. മദീനയുടെ നായകൻ, നമ്മുടെ ഹൃദയത്തിലെ എല്ലാമായ പ്രണയമേ, നിന്നെ പടച്ചതെന്റെ രാജാവിനെ സ്നേഹിക്കാനാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം, ഹബീബിലേക്കൊന്ന് ലയിക്കണം. പെങ്ങളെ, അതൊരു മധുവാണ്, അതൊരു നിധിയാണ്, എല്ലാമാണ്. ഇടയിലൊന്ന് കൽബിലേക്ക് നോക്കുമ്പോ ഹബീബിനെ കാണണം. ഇടയിലൊന്ന് കിടന്നുറങ്ങുന്ന നേരത്ത് പാതിരാവിന്റെ പഴുതിൽ പുണ്യ മദീനയിലെ രാജകുമാരനെ ഒന്ന് കാണണം. എന്തൊരാനന്ദമാണ്, എന്തൊരു രസമാണ്. ആ മദീനയുടെ നായകനെ ഒന്ന് കണ്ട് ജീവിക്കുമ്പോഴല്ലേ ജിന്ദഗി, നമ്മുടെ ജീവിതം മനോഹരമാവുകയുള്ളൂ. യാ റസൂലല്ലാഹ്, ദുഹായി ആപ്കി ഗോശമാലേ അഹ്ലെ ബിദ്അത്ത് കീജിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹാഭിവാദ്യങ്ങളുടെ ചുടുചുംബനങ്ങൾ നൽകിയാൽ മോളെ, അതല്ലാതെ വേറെ രക്ഷയില്ല. അല്ലിമു ഔലാദകും മഹബ്ബത റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലിമു ഔലാദകും മഹബ്ബത ആലി ബൈതി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഇഷ്ക് വെച്ച്, മഹബ്ബത്ത് വെച്ച് മദീനയിലേക്കൊന്ന് ചേരണം. എന്റെ ഈ സദസ്സ് എന്റെ കയ്യിലുള്ള എന്തെങ്കിലും വലിയ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാനുള്ളതല്ല, കേവലമായ ഒരു അനുഭൂതിക്ക് വേണ്ടി വന്നു നിന്നതല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ 2 മണിക്കൂർ കവർന്നെടുക്കാൻ വന്നതല്ല. എനിക്കൊരു സ്വാർത്ഥതയുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് ചിലത് നേടാനുണ്ട്. അതെന്താണെന്നറിയുമോ? എന്റെ കാമുകിക്കൊരു സമ്മാനം കൊടുക്കാനുണ്ട്. പറയുമ്പോൾ അത് വാചകത്തിന്റെ ഭംഗിക്കാണ്. എന്റെ എല്ലാമായ പ്രണയ കേന്ദ്രത്തിന്റെ കവാടത്തിൽ ഒരു സമ്മാനം സമർപ്പിക്കാനുണ്ട്. അതെവിടെയാണ്? മദീനയുടെ ഉമ്മരപ്പടിയിലേക്ക് ഈ സദസ്സൊന്ന് കാണിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തിലെ രാജകുമാരനോട് പറയാനുണ്ട്, യാ റസൂലല്ലാഹ്, യേ തുഹ്ഫാ ഹേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദറത്തിലേക്കുള്ള ഒരു കാണിക്കയാണ്, സമ്മാനമാണ്, കാഴ്ചയാണ്. ഇതാ അവിടുത്തെ ഉമ്മരപ്പടിയിലേക്ക് വെക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഫലസ്തീനും സിറിയയും ലിബിയയും ലബനാനും ഡൽഹിയിലെ രാഷ്ട്രീയവും കേരളത്തിലെ ഇന്ദ്രപ്രസ്ഥങ്ങളും അധികാര കേന്ദ്രങ്ങളും എല്ലാം വരട്ടെ. റഹ്മത്തുൽ ലിൽ ആലമീൻ കേ ഹശ്ർ മേ മാനാ ഖുലേ മുझे भी ले जाएंगे जन्नत में. എന്നെയും നാളെ കൈപിടിച്ചു കൊണ്ടുപോകുമെന്ന് ഡൽഹിയിലെ ഹൈന്ദവനായ കവിക്ക് പ്രത്യാശയുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് നമുക്ക് പ്രതീക്ഷയുടെ കവാടമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ മുമ്പിലേക്ക് ഇതൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാ രക്ഷയും അള്ളാഹുവിന്റെ മതത്തെ അനുധാവനം ചെയ്യുമ്പോഴാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എല്ലാവരും സ്വർഗത്തിൽ കടക്കുന്നതാണ്. സാരെ ഉമ്മത്ത് ജന്നത്ത് മേ ദാഖിൽ ഹോ ജായേംഗെ, എല്ലാവരും സ്വർഗത്തിൽ കടക്കുന്നതാണ്. ഇല്ലാ മൻ അബാ,
വേണ്ടാന്ന് പറഞ്ഞവരൊഴികെ, വേണ്ട എന്ന് പറഞ്ഞവർ വിസമ്മതിച്ചവരൊഴികെ. സ്വഹാബത്തിന്റെ ചോദ്യം, ആരാണ് നബിയെ സ്വർഗം വേണ്ടെന്ന് പറയാ? ആരാണ് നബിയെ സ്വർഗം വേണ്ടെന്ന് പറയാ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അതാഅനി, എന്നെ അനുസരിച്ചവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. കള്ളു കുടിക്കാൻ പാടില്ല, അന്യ പെണ്ണുമായി ഇടപഴകാൻ പാടില്ല, അന്യ പുരുഷന്മാരുമായി ഇടകലരാൻ പാടില്ല, അനാവശ്യമായ വർത്തമാനങ്ങൾ പറയാൻ പാടില്ല, വൃത്തികേടുകൾ പറയാൻ പാടില്ല. പെങ്ങളെ, നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അന്യ പുരുഷന്മാര് കാണാൻ പാടില്ല, അന്യ പുരുഷന്മാരുമായി ഇടകലർന്ന് സംസാരിക്കാൻ പാടില്ല, നിന്റെ ശരീരത്തിന്റെ ഭാഷയും ഭാവവും ഒന്നും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ പാടില്ല. ഇന്നോ എന്തൊരു ലോകമാണ്! ഒരു ഭാഗത്ത് തുറന്നടിച്ചു നടക്കുന്ന സ്ത്രീജനങ്ങൾ, മറുഭാഗത്തോ അടച്ചുപൂട്ടിയ ദുർഭൂതങ്ങൾ. ഇത് രണ്ടുമാണ് കാണുന്നത്. ചിലര് വിചാരിച്ചു, കറുത്തൊരു ലോഹ ഇട്ടാ ഞാൻ സ്വർഗത്തിന്റെ നടുവിലാണ്, ആ ലോഹ ഇട്ടോണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്ന്. കറുത്ത പർദ്ദയും ചിലപ്പോ മുഖം മൂടിയും ഒക്കെ ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ കണ്ടില്ലേ പൈശാചികതകൾ. എന്തൊരു ലോകമാണ്! മാറ്റം എവിടേക്കാണ് പോകുന്നത്? സമൂഹത്തിന്റെ ഘടനകൾ മുഴുവനും താളം തെറ്റുകയാണ്. അതുകൊണ്ട് മോളെ, വിലക്കിയ ഒരൊറ്റ കാര്യം നീ ചെയ്തുകൂടാ. തെരുവിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കേണ്ടവളല്ല പെണ്ണ്. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ അടുപ്പ് കൂട്ടേണ്ടവളല്ല പെണ്ണ്. അരമനയുടെ അഴകത്തളത്തിലിരുന്നു കൊണ്ട് രാജ്ഞിയെ പോലെ അള്ളാഹുവിന്റെ ഹബീബ് വാഴ്ത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട സഹോദരി, കുഴിമാടത്തിൽ നിന്ന് പൊടി തട്ടിയെടുത്തിട്ട് അരമനയുടെ മുകളിൽ കയറ്റി നിർത്തി പുരുഷനോട് പറഞ്ഞു, തൊടണമെങ്കിൽ വിവാഹ മൂല്യം നൽകണമെന്ന്. ഇത്രയും ആദരിച്ച ഒരു മതത്തെയാണോ നീ ഇല്ലായ്മ ചെയ്യുന്നത്? നീ മതത്തെ ഇല്ലായ്മ ചെയ്യുന്നുവോ? അതുകൊണ്ട് മോളെ, നിന്റെ ശരീരം അന്യപുരുഷന്മാര് കണ്ടുകൂടാ. നിന്റെ വശ്യതയുടെ വർത്തമാനങ്ങൾ അന്യരെ സ്വാധീനിച്ചുകൂടാ. നീ കലാലയത്തിന്റെ മുറ്റത്ത് പോയാലും ഇസ്ലാമിന്റെ സീമകൾ ലംഘിച്ചുകൂടാ. ഒരു നേരത്തെ നിസ്കാരവും ഖളാകുന്ന വിധത്തിൽ നീ പ്രവർത്തിച്ചുകൂടാ. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നീ തുറഞ്ഞു തുള്ളണ്ട മോനെ. ഇത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധീരമായി ജീവിക്കേണ്ട ജീവിതമാണ്. നീ വിചാരിക്കേണ്ടത് ഇവിടുത്തെ ശക്തവാന്മാരാരാണ്? ഞങ്ങൾ ഇവിടുത്തെ പോരാളികളാണ്. എന്തേ? തലപ്പാവ് ഔട്ട് ഓഫ് ഫാഷനാണെന്ന് പറയുന്നവരുടെ മുമ്പിൽ അഭിമാനത്തോടെ ധരിച്ചുകൊണ്ട് നടക്കൽ ഒരു പോരാട്ടമാണ്. ഞങ്ങളെ കാലത്തിന്റെ ചവറെടുത്ത് തലയിൽ കയറ്റിയിട്ട് റസൂലുള്ളാഹിന്റെ സുന്നത്ത് കളയുന്നവരല്ല. വിമർശകരുടെ മാറ് പിളർക്കാൻ മാത്രം അള്ളാന്റെ ഹബീബിന്റെ സുന്നത്ത് തലയിലേറ്റിയവരാ. ചിലര് വിചാരിച്ചു പോയി, വെള്ളക്കുപ്പായവും വെള്ള ഷർട്ടും വെള്ള തലക്കെട്ടും ഒക്കെ കൊട്ടി നടക്കുന്ന ഒരു ലോകവും തിരിയില്ലാന്ന്. ഞങ്ങളിവിടെ വിമർശകന്മാരുടെ മാറ് പിറക്കുന്ന ചാട്ടുളിയെറിയുന്ന പോരാട്ടങ്ങൾ നടത്തുന്നവരാണ്. അള്ളാഹുവിന്റെ മതത്തിന്റെ വേഷമൊന്നും വേണ്ട എന്നാ നിങ്ങളുടെ നെഞ്ചത്തൂടെയാണ് ഞങ്ങൾ ഈ വേഷം ഇട്ടുകൊണ്ട് നടക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ മുമ്പിലൂടെ അഭിമാനത്തോടെ ഇത് ധരിക്കുന്നു. അതാണ് സമരം, അതാണ് ശരിയായ പോരാട്ടം. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ വേണ്ട. തലമുറക്കൽ ഇസ്ലാമിന്റെ ചിഹ്നം അല്ല. ചില ആള് വരുത്തി തീർന്നു. മസ്ജിദുൽ ഹറാമിലെയും മസ്ജിദുൻ നബവിയിലെയും ഒക്കെ ഫോട്ടോസ് നിങ്ങൾ കണ്ടോളൂ. 99% prayers and Muslims, 99% ജനങ്ങളും ഇസ്ലാമികമായി അതിനെ വേഷമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് ഇസ്ലാമിന്റെ വേഷമല്ല എന്ന് പറയുന്നവരുടെ മുമ്പിൽ അത് ഇട്ടുകൊണ്ട് നടക്കൽ ഒരു സമരമാണ്. കള്ളുകുടിക്കുകയും പെണ്ണുപിടിക്കുകയും തെമ്മാടിത്തരം കാണിക്കുകയും ചെയ്യുന്ന ക്യാമ്പസുകളിൽ
നമ്മളും പഠിക്കാൻ പോകുമ്പോൾ ഇസ്ലാമിന്റെ വേഷം ധരിച്ച് കൃത്യമായി നിസ്കരിച്ച് കള്ളു കുടിക്കാതെ അന്യ പെൺകുട്ടികളെ അവിഹിതമായി ഇടപെടാതെ ജീവിക്കുന്നത് ഏറ്റവും വലിയ സമരമാണ്, ഏറ്റവും വലിയ പോരാട്ടമാണ്. അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട്